എന്താണെന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ പറഞ്ഞത്. ഈ NEP എന്ന് പറയുന്ന വിദ്യാഭ്യാസ നയമുണ്ടല്ലോ, ആ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കിയേ മതിയാകൂ എന്ന സാഹചര്യത്തിലാണ് കേരളമുള്ളത്. എന്തുകൊണ്ടാണ്? നമുക്കൊരു 8,000 കോടി രൂപ വിവിധ പദ്ധതികളിലായിട്ട് കേരളത്തിന് കിട്ടാനുണ്ട്. ആ കിട്ടാനുള്ള പൈസ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കണം. PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പൈലറ്റ് പ്രോഗ്രാമാണ്. അതാർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആണ്. ആ പൈലറ്റ് പ്രോജക്റ്റ് കേരളത്തിൽ നടപ്പാക്കിയാൽ അതിന്റെ ഭാഗമായി തന്നെ ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർത്ത പാർട്ടിയാണല്ലോ CPM എന്ന് പറയുന്ന പാർട്ടി. 2020 ഈ നയം രൂപീകരിച്ചത് മുതൽ തന്നെ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള RSSന്റെ ശ്രമമാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയമെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കേന്ദ്ര നേതാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടുത്തെ എല്ലാ മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടുത്തെ CPMന്റെ എല്ലാ നേതാക്കളും പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് നമുക്ക് ക്ലാസ് എടുത്തവരാണല്ലോ. ഇപ്പോൾ ആ സംസ്ഥാന സെക്രട്ടറി പറയുന്നു നയം വേറെ പണം വേറെ എന്ന് തന്നെയാണ് ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇടതുപക്ഷ നയങ്ങൾ നടപ്പാക്കുന്ന ഒരു സർക്കാരെയല്ല ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. നമ്മളൊരു ബൂർഷ്വാ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് എല്ലായ്പ്പോഴും ഈ ഇടതുപക്ഷ നയങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല. പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ആ സമ്മർദ്ദങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ വഴിപ്പെടേണ്ടി വരും. ഇപ്പോൾ നോക്കൂ, പല നിബന്ധനകൾ വെച്ചുകൊണ്ട് നമ്മളെ സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുന്നു. അതുകൊണ്ട് PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുന്നത് വഴി നമുക്ക് 8,000 കോടി രൂപ കിട്ടുമെന്നാണ് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി. നോക്കൂ, ലോകാവസാനം വരെ NEP എതിർത്തുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ NEPക്കൊപ്പമാണ്, അതായത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കൊപ്പമാണ്. ഇത് നടപ്പാക്കിയേ മതിയാകൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വലിയ നയം മാറ്റം ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നോക്കൂ, എന്താണ് ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി? എന്തായിരുന്നു CPMന്റെ എതിർപ്പ്? എന്തായിരുന്നു ഇടതുപക്ഷത്തിന്റെ എതിർപ്പ്? നോക്കൂ, നമ്മുടെ പാഠ്യ പദ്ധതി തന്നെ മറ്റൊരു രീതിയിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഹിന്ദുത്വ ആശയങ്ങൾ കടത്തിവിടുന്നു. അങ്ങനെ ഹിന്ദുത്വ ആശയങ്ങളിലൂടെ ഒരു പുതിയ തലമുറയെ പരിശീലിപ്പിച്ചെടുക്കുന്നു. ആ പരിശീലനത്തിലൂടെ ഒരു ഹിന്ദുരാഷ്ട്രം ഭാവന ചെയ്യപ്പെടുന്നു. ആ ഹിന്ദുരാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി RSS ആവിഷ്കരിച്ചിരിക്കുന്ന പാഠ്യപദ്ധതിയാണ് ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയമായി 2020 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പിൻപറ്റാൻ കേരളം തയ്യാറല്ല എന്നായിരുന്നു കേരളം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പാഠ്യ പദ്ധതികൾ വരെ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാരാണ് നമ്മളെന്നേ. നമ്മൾ പുതിയ 2-3 പാഠപുസ്തകങ്ങൾ അഡീഷണൽ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ആ അർത്ഥത്തിലേക്ക് ശക്തമായ പ്രതിരോധമാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ട് നമ്മൾ ഉയർത്തിയിരുന്നത്. പക്ഷേ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അതുവഴി എത്ര കോടി രൂപയാണ് കിട്ടുക? 1470 കോടി രൂപയാണ് കിട്ടുക എന്ന് ശിവൻകുട്ടി പറയുന്നു. അതിൽ 470 കോടി രൂപ മാത്രമാണ് PM ശ്രീ പദ്ധതിയിലൂടെ ലഭിക്കുക. ബാക്കി 1000 കോടിയും നമുക്ക് യഥാർത്ഥത്തിൽ സർവ്വശിക്ഷാ അഭിയാനിലൂടെ കിട്ടാനുള്ള പൈസയാണ്. ആ 1000 കോടി രൂപ കേരളത്തിന് അർഹതപ്പെട്ടതാണ്. അത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചില്ലെങ്കിലും കിട്ടേണ്ടതാണ്. കേവലം 400 കോടി രൂപ മാത്രമാണ് PM ശ്രീ പദ്ധതി വഴി നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അവകാശപ്പെട്ട ഈ 1000 കോടിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്യണം. അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. അവർ ആ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ പ്രതിരോധം നിർമ്മിക്കേണ്ട ബാധ്യത ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനുണ്ട്. നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ ധനനയത്തിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടല്ലോ, ഗവർണർക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ കേരളം ഒന്നടങ്കം ഈ സംസ്ഥാന സർക്കാരിനൊപ്പം നിന്നിട്ടുണ്ടല്ലോ. കേവലം 1000 കോടി രൂപ എന്ന് പറയുന്ന ആ കിട്ടിക്കിടക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ആ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ 150 വിദ്യാലയങ്ങൾ പൊതുവിദ്യാലയങ്ങളാണ്. ആ പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും. അവിടെ പുതിയ ഒരു പാഠ്യ പദ്ധതി അവർ നടപ്പാക്കും. 150 സ്കൂളുകളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. അവര് PM ശ്രീ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ പറയുന്ന RSSന്റെ വിദ്യാഭ്യാസ നയം കടത്തിവിടുക, ഒളിച്ചു കടത്തിവിടുക. ആ പ്രയോഗം നടത്തിയ CPM ആണെന്നേ. ആ പ്രയോഗം നടത്തിയത് ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളാണ്. ഇപ്പോൾ അതെല്ലാം മറന്നുകൊണ്ടാണ് NEPക്ക് വഴങ്ങിയിരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രമാണ് അവർ പറയുന്നത്, നയം വേറെ ഭരണം വേറെ. ഇടതുപക്ഷ നയം പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ പറയുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ LDF ഒരു കൂട്ടുത്തരവാദിത്വമുള്ള മുന്നണിയല്ല എന്ന കാര്യത്തിന് ഇനി കേരളത്തിൽ ഒരു സംശയവുമില്ല. കാരണം ക്യാബിനറ്റ് ഒരു തീരുമാനമെടുക്കുന്നില്ല, മറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു തീരുമാനമെടുക്കുന്നു. എന്നിട്ട് കേന്ദ്ര സർക്കാരുമായി ഒരു കരാറിൽ ഒപ്പുവെക്കുന്നു. ആ വിഷയം LDF ഉന്നയിക്കുന്നില്ല, മന്ത്രിസഭയിൽ ഉന്നയിക്കുന്നില്ല. അപ്പോൾ LDF കൂട്ടുത്തരവാദിത്വം നഷ്ടമായിരിക്കുന്നു. അത്